വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം 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 സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നത്. അപ്പൊ നമ്മള് ഇന്നത്തെ വീഡിയോ എന്താണ്? കുർത്തി വീഡിയോ ആണ്. അപ്പൊ വെറൈറ്റി ഒന്നുമല്ല ഗൈസ്. നമ്മൾ കഴിഞ്ഞ വട്ടത്തെ വീഡിയോയ്ക്ക് ഒരുവിധ ഒട്ടുമിക്ക നല്ല വ്യൂസ് ഒന്നല്ല, എന്നാലും നമ്മളെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കുർത്തീസ് കളക്ഷനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് തോന്നുന്നു, എന്റെ ഒരു ഇത് വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങൾ കുർത്തീസ് ആണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മൾ കുർത്തിയിലോട്ട് പോകുന്നതാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് കുർത്തി കളക്ഷൻ വീഡിയോ ആണെന്ന് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ട്രെൻഡിങ് ഔട്ട്ഫിറ്റ് ആയിട്ടുള്ള നമ്മളെ സമ്മറിന് ഇടാൻ പറ്റിയ ഡെയിലി വെയർ ആയിട്ടുള്ള കുർത്തിയാണ് കാണിക്കാൻ പോകുന്നത്. അതും ബഡ്ജറ്റ് ആയിട്ട്. പാർട്ടി വെയർ എന്ന് പറയുമ്പോൾ ഇപ്പം കല്യാണത്തിന് ഇടാൻ പറ്റിയ ഇച്ചിരി ക്വാളിറ്റി ഒക്കെ ഉള്ള ഐറ്റംസ് ആണ്. ഒട്ടും വായിക്കേണ്ട, നമുക്ക് വീഡിയോയിലൊന്നും നടക്കാം. ആദ്യമേ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതാണ്. ആമസോണിൽ വാങ്ങിച്ച ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ആയിട്ടുള്ളതാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് എന്നിട്ട് ഒരു ലാവൻഡർ, ഒരു പർപ്പിൾ കളറാണ്. ഇതിന്റെ ബാക്കിയുള്ള ഇത് പറയുകയാണെങ്കിൽ ഇത് സെറ്റായിട്ട് പാന്റും ടോപ്പും കൂടെ ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈൻ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ വി നെക്കാണ് വന്നിട്ട്. വി നെക്ക് വന്നിട്ട് ഇപ്പോൾ ഉള്ള ഫ്ലവർ ഡിസൈനിൽ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ റയോൺ സ്ട്രേറ്റ് കുർത്തിയാണ്. നല്ല മെറ്റീരിയലാണ്. നമ്മളുടെ ഇതിനായിട്ട് എന്താ പാർട്ടി വെയർ ഔട്ട്ഫിറ്റ് ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ട് എന്തിനു വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു നല്ലൊരു കളറുള്ളൊരു ഇതാണ്. പാർട്ടിയുടെ മെറ്റീരിയൽ നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. റയോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഒരുവിധം നല്ല നല്ല ബേബി ക്ലോത്ത് കണക്കിരിക്കുന്ന അത്രയ്ക്കും ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇതിന്റെ ഒരു ഷെയ്ഡ് വേറെ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിന്റെ റെഡ് ഉണ്ട്, ഇതിന്റെ ഒരു സീ ബ്ലൂ ആണെന്ന് പറയാൻ പറ്റില്ല, ഒരു വേറൊരു ടൈപ്പ് ബ്ലൂ ഉണ്ട്. അതാണ് ഇതിന്റെ രണ്ടും വരുന്നത്. പിന്നെ ഇതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2599 രൂപയ്ക്കാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ചുമ്മാതാണ് കേസ്. നമ്മൾ തെള്ളിയിട്ട് നമ്മൾ കുറച്ച് പ്രൈസിന് വിൽക്കും. അതാണ് ആമസോണിന്റെ ഒരു ഇത്. മെറ്റീരിയൽ വന്നിട്ട് റയോൺ ആണ്. അപ്പൊ ഇത് സീത്രൂ ആണെന്ന് സീത്രൂ ആണ്. അത്യാവശ്യം ഇതിൽ കൂടെ കാണാതെയാണ്. സീത്രൂ ആണ്. അത് വന്നിട്ട് വീനക്ക് ആണ് കേട്ടോ. വീനക്കാണ്. നമ്മള് വേറെ ഡിസൈൻസ് ഒന്നുമില്ല. ഈ ഒരു പ്ലെയിൻ ഡിസൈനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കൈയുടെ ഭാഗത്ത് വെച്ചിട്ട് നമ്മള് ഇത് ഈ സംഭവം ഈ ലേസ് വർക്ക് ഈ സൈഡ് ഈ വീനെക്കിന്റെ ഭാഗത്ത് ഒരു ലേസ് വർക്കും ഈ വീനെക്കിന്റെ ഭാഗത്ത് ഒരു ലേസ് വർക്കും ഈ കൈയുടെ ഇവിടെ ഒരു ലേസ് വർക്കും കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ ഒരു നമ്മളെ കുർത്തി പ്ലെയിൻ ആയിട്ട് പോകുന്നതാണെന്ന് തോന്നത്തില്ല. പിന്നെ അത്യാവശ്യം ഇത് ഡിസൈൻ ആയിട്ട് തോന്നുന്നവർക്കാണെങ്കിൽ ഇത് തന്നെ മതി. പക്ഷെ ഇപ്പം കൂടുതലും ഇതണക്കുള്ള ഡിസൈൻ അല്ലേ വരുന്നത്. ഇത്രേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ. പിന്നെ വാഷബിൾ ആണെന്ന് ചോദിച്ചാൽ വാഷബിൾ ആണ്, കുഴപ്പമൊന്നുമില്ല. മെഷീൻ വാഷ് ആണെന്ന് ചോദിച്ചാൽ മെഷീൻ വാഷ് ആണ്. പക്ഷെ സ്ട്രിങ് ആവുന്ന മെറ്റീരിയൽ ആയിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ വാഷിംഗ് മെഷീനിൽ കഴിവണ്ട, അതാണ് നല്ലത്. ഇതിന്റെ പാന്റ് വന്നിട്ട് ഇതാണ്. നല്ലൊരു കോട്ടൺ പാന്റ് ആണ്. അപ്പോ ഇത് അത്യാവശ്യം നല്ല അടിയിലൊന്നും ഇടണ്ട. പോക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോക്കറ്റ് ഉണ്ട്. പോക്കറ്റ് നമ്മളെ കുർത്തിയുടെ ഡിസൈനും ഉണ്ട്. പോക്കറ്റ് ഉള്ളതാണ്. അപ്പൊ ഞാൻ ഇട്ട് കാണിക്കുമ്പോൾ രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, ഒരു സൈഡിലെ പോക്കറ്റ് ഉള്ളൂ. അപ്പോ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഞാൻ ഇട്ട് കാണിക്കാം. അപ്പൊ ഇതൊരു പർപ്പിൾ ഷെയ്ഡാണ്. ഇപ്പം കൂടുതലും പർപ്പിൾ ഷെയ്ഡ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമല്ലേ, അതുകൊണ്ടാണ് ഞാനൊരു പർപ്പിൾ എടുത്തത്. നമുക്കൊരു താങ്ക് യു ഒക്കെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇതിന്റെ വില വരുവാണെങ്കിൽ 455 കേട്ടോ. പർപ്പിൾ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ഒരു ഗ്രീൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇതിന്റെ ഒരു ഡാർക്ക് ബ്ലൂ കൊടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് റെഡ് കൊടുത്തിട്ടുണ്ട്. ഈ കളർ ഇഷ്ടപ്പെടാത്തവർക്കാണെങ്കിൽ വന്നിട്ട് നമ്മള് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് സംഭവം എന്ന് പറയാം, ചിക്കൻകാരി വർക്കില്ലേ, ചിക്കൻകാരി ഫ്ലവർ ഡിസൈൻ വരുന്നതാണ്. ഇതാണ് സംഭവം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ എടുത്തത് മീഡിയം ആണ്. മറ്റേത് വന്നിട്ട് ലാർജ് ആയിരുന്നു കേട്ടോ. ഞാൻ മറ്റേത് എടുത്തത് ലാർജ് ആണ്. അത് 455 ആണ്. ഈ ഓഫർ ഉള്ളപ്പോഴാണ് ഞാൻ വാങ്ങിച്ചത്. മെയ് 2 തൊട്ട് എന്തോ ഓഫർ ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കുക. അപ്പൊ ഇത് വന്നിട്ട് ഞാൻ മീഡിയം ആണ് വാങ്ങിച്ചത്. എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലാർജ് ആണ് മറ്റേത് വാങ്ങിച്ചത്. ഇത് മീഡിയം ആണ്. അപ്പൊ ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത് റെഡ് ആണ്. ഞാൻ കൂടുതൽ ഇതിന് നല്ല കുറച്ച് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കളറൊക്കെയാണ് വാങ്ങിച്ചത്. ഇങ്ങനെ വന്നിട്ട് ഇതിന്റെ ഒരു ഹൈലൈറ്റ് നോക്കുവാണെങ്കിൽ ഹൈലൈറ്റ് ഒന്നുമില്ല ഗൈസ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. തുണിയെല്ലാം ചളങ്ങി പുളിങ്ങിയിരിക്കുന്നത്, അതാണ് ഹൈലൈറ്റ്. അത്ര നല്ല പെർഫെക്റ്റ് തുണിയല്ല.
സംഭവം നല്ല ഭംഗിയുണ്ടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് കണ്ടോ ഇവിടെ ഇങ്ങനെ ഒരു ഇവിടൊക്കെ കണ്ടോ, ഇതൊക്കെ ഒരുമാതിരി ഇരിക്കുന്നു. സംഭവം ക്ലോത്തിന്റെ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഇതിന്റെ ഡിസൈൻ കണ്ടിട്ടാണ്. ഈ ഡിസൈൻ കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഡിസൈൻ വന്നിട്ട് ഫ്ലവറാണ്, ഫുള്ള് ഫ്ലവറാണ്. ഇതിന്റെ മേലത്തെ ഡിസൈനാണ് ഇതിന്റെ ഹൈലൈറ്റ്. കണ്ടോ ഇവിടെ ഇങ്ങനെ ഇവിടം വരെ അവിടെ നിന്ന് ഇതൊക്കെ കാണിക്കുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടോ ഇങ്ങനൊക്കെ. അത് ഈ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണോന്ന് അറിയാൻ വയ്യ, അതോ ഇനി ഈ ക്ലോത്ത് ഇങ്ങനെയാണോന്ന് അറിയാൻ വയ്യ. ത്രെഡ് വർക്കിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ, വർക്കിനൊന്നും കുഴപ്പമില്ല. നമ്മളതാ ഇവിടം വരെ ഇതിന് വർക്കുണ്ട്. അതാണ് ഇതിന്റെ മൊത്തത്തിൽ ചിക്കൻ കറി അറിയാലോ, ഇങ്ങനെയാണ് അടി വരുന്നത്. കണ്ടോ ഇതിന്റെ അടിയൊക്കെ കണ്ടോ. അപ്പൊ ഇതിന്റെ ബാക്കിൽ പ്ലെയിൻ ആണ് കണ്ടോ, ബാക്കിൽ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. ഉണ്ടോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇളവിയിരിക്കും. നമുക്ക് ഇട്ട് നോക്കിയിട്ട് റിട്ടേൺ ചെയ്യണമെങ്കിൽ റിട്ടേൺ ചെയ്യാം. വില വന്നിട്ട് 434. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണെന്നാണ് പറയുന്നത്. പക്ഷെ കോട്ടൺ ബ്ലെൻഡ് ആണെന്ന് വെച്ചാൽ കോട്ടൺ കണക്കാണ് ഇരിക്കുന്നത്. കോട്ടൺ ബ്ലെൻഡ് ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതില് പക്ഷെ ഇതില് കാണാൻ നല്ല കണ്ട ഇച്ചിരും കൂടെ ഒരു ഭംഗിയുണ്ട്. പക്ഷെ ഇതിന് കാണുമ്പോഴത്തേക്ക് ഒരു റെഡ് അത്രയ്ക്ക് നല്ല ഗുമ്മിലുള്ള ഒരു റെഡായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് ഈ കാണിക്കുന്നതിന്റെ അത്ര കളറില്ല കേട്ടോ. ഇതില് കാണിക്കുന്ന കുറച്ചും കൂടെ ബ്രൈറ്റ് റെഡ് ആയിട്ടുണ്ട്. അത്രയും റെഡ് നല്ല റെഡ് അല്ല. 5XL വരെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സ്ട്രിങ്കായി പോകുന്ന ഒരു മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു. അടുത്ത് വന്നിട്ട് ഇതാണ് MRP 2000 എല്ലാത്തിനും കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതും 500 താഴോട്ടാണ് റേറ്റ് വന്നിട്ട്. അപ്പൊ ഇതും സെറ്റാണ്, മറ്റേതിന് പാന്റ് ഇല്ല. ഇത് വന്നിട്ട് സെറ്റാണ്. ഇതെന്ന് പറഞ്ഞാൽ റൗണ്ട് നെക്കാണ്. ഇത് 500 താഴെ ഉള്ളൂ. അപ്പൊ ഇതിന്റെ നെഞ്ചിന്റെ ഇവിടെ ഇത്രയും ഭാഗത്ത് മാത്രം ഒരു ബ്ലൂ റെഡ് ഡിസൈൻ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വൈറ്റ് ആണ് കേട്ടോ. അതൊരു വൈറ്റ് ആണ്, ഗോൾഡ് ഡിസൈൻ അല്ല, ഒരു വൈറ്റ് ഒരു ട്രയാങ്കിൾ ഡിസൈൻ, കുഞ്ഞ് ട്രയാങ്കിൾ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ കൈയുടെ സ്ലീവ് 3/4 സ്ലീവ് ആണ്. നമ്മുടെ കൈയുടെ ഇവിടെ നമ്മുടെ ഈ ചെസ്റ്റിന്റെ ആ ഒരു ഭാഗത്തുള്ള അതേ ഡിസൈൻ ഈ കൈയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അതേ കണക്ക് തന്നെ ഒരു ഡിസൈൻ നമ്മളെ കൈയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്, ചെസ്റ്റിന്റെ അവിടെയുള്ള അതേ ഡിസൈൻ. അപ്പോൾ ഇതില് സ്ട്രെയിറ്റ് കുർത്തിയാണ്, കോട്ടൺ ബ്ലെൻഡ് ആണ്. ഇതും കോട്ടൺ ബ്ലെൻഡ് ആണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല കളറാണ് കേട്ടോ. എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാണ് വാങ്ങിച്ചത്. പക്ഷെ കാണുമ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഒരു പഴയ തുണിയാണൊക്കെ ഇരിക്കും. ബാക്കിലും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചൊന്നുമില്ല, താഴെ വരെ ആ ഡിസൈൻ തന്നെ. എന്നിട്ട് ഇത് 400 സംതിങ് ആയുള്ളൂ. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ്. നമ്മളെ പാർട്ടി വെയർ ആയിട്ടും കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയാണ്. ഇതിന്റെ കൂടെയും ഓക്സിഡൈസ്ഡ് ജുവലറീസും പോവും, നമ്മളെ സാധാ ജുവൽസും പോവും. അപ്പൊ ഈ പാന്റ് വന്നിട്ട് നോക്കുവാണെങ്കിൽ ഒരു പലാസോ നമ്മൾ ഈ ചെസ്റ്റിന്റെ ഭാഗത്ത് വരുന്ന അതേ ഇതാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളെ വെട്ടൊന്നുമില്ല, ഒരു സാധാ പലാസോ പാന്റ് വന്നിട്ട് ഒരു പോക്കറ്റ് ഒക്കെ ആയിട്ട് നമ്മളെ മൊബൈലൊക്കെ വെക്കാനായിട്ട് ഒരു പോക്കറ്റ് ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു കോട്ടൺ ആണ്. നമ്മൾ അടിയിലൊന്നും ഇതുണ്ടാകും. നല്ല സമ്മർ വെയർ ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു കുർത്തി തന്നെയാണ്. അപ്പൊ അടുത്ത വന്നിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ഗ്രീൻ ഞാൻ ഇട്ടിരുന്ന ഒരു കുർത്തിയില് അതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിസൈനും കളറും തന്നെയാണ്. വേറെ കളറില്ല, ഗ്രീൻ ആണ്. ഇതിന്റെ XL, XXL, XXL, 5XL വരെ ഉണ്ട്. അപ്പൊ ഇതും വന്നിട്ട് 500 താഴോട്ടാണ്. 455 രൂപയുള്ളൂ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ തുണിയാണ് കേട്ടോ. നല്ല ചൂടെടുക്കത്തേ ഇല്ല. ഞാൻ ഇത്രയും കാണിച്ച തുണികളെല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം. സമ്മർ വിയേഴ്സ് ആണ്, സമ്മർ സെയിലും ഉണ്ട് ഇപ്പം. അപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കാം. അപ്പൊ ഇത് വന്നിട്ട് നമ്മള് കഴുത്തിന്റെ ഇവിടെ ഇങ്ങനെ ഒരു വീനെക്കാണ്. ഈ വീനെക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗോൾഡ് ഡിസൈൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ ഈ ഗോൾഡ് ഡിസൈൻ ഇല്ല. അപ്പൊ ഇതൊരു ബീച്ച് ഔട്ട്ഫിറ്റ് അല്ലെങ്കിൽ ഗോവ ഔട്ട്ഫിറ്റ് ഇതൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ തന്നെ ഇതിനൊരു പാന്റ് ഉണ്ട്, ഒരു പലാസോ പാന്റ് ഉണ്ട്. അതും അത്യാവശ്യം നമുക്ക് പോക്കറ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല കോട്ടൺ ആയിട്ടുള്ള നമ്മളെ ചൂടത്തിടാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ കുറെ നമുക്ക് ഈ കയ്യിലുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്രയും ഞാൻ കാണിച്ച ഔട്ട്ഫിറ്റ് നല്ല ഒട്ടും മേടിക്കണ്ട, പോയി വാങ്ങിച്ചോ. അത്യാവശ്യം നല്ല മെറ്റീരിയൽ തന്നെയാണ്. ഇതും വന്നിട്ട് 455 രൂപയാണ്. അതുപോലെ ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഒരു വാഴയിലയും പൂവും, വാഴയില ഒരു ബ്രൗൺ കളറിലൊരു വാഴയില, പിന്നെ ഒരു ചെമ്പരത്തി പൂവാൻ തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു ഇലയൊക്കെ ഉണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയും ഈ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഞാൻ പറഞ്ഞു തരുന്ന
അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് തോന്നുന്നു. എന്നാലും കുർത്ത കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയാൻ മടിക്കരുത്, കമന്റ് ചെയ്യുക. ഇനി ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടത്, ഇഷ്ടപ്പെടാത്തത്, പിന്നെ ഇതിന്റെ മെറ്റീരിയൽ നിങ്ങളാരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ. അപ്പോ ഒട്ടുമിക്ക ഇപ്പം കാണിച്ച തുണികളെല്ലാം ചൂടത്തിടാൻ പറ്റിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചുരിദാറുകളാണ്. ചില തുണികൾ ഒരു ഫൗൾ സ്മെല്ലൊക്കെ വരും. ഇത് അതിനൊക്കെയുള്ള സ്മെല്ലൊന്നുമില്ല. ഞാൻ ചിലതൊക്കെ ഇട്ട് നോക്കിയിട്ടാണ് കാണിച്ചത്. കഴുകി നോക്കിയോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ കഴുകി നോക്കിയാലും നമുക്ക് ഈ ചീത്തയാവുന്ന തുണികൾ അറിയാൻ പറ്റൂല. അങ്ങനെയുള്ള മെറ്റീരിയൽ ഒന്നും അല്ല. ഇനി വേണ്ടുന്ന വീഡിയോ എന്തൊക്കെ വേണമെന്ന് പറയാൻ മറക്കരുത്. അപ്പൊ ബഡ്ജറ്റ് 500 താഴോട്ട് വേണോ 300 താഴോട്ട് വേണോ എങ്ങനെ വേണമെന്ന് പറയാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നതിന് എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. സർവേശ്വര എല്ലാ ഐശ്വര്യങ്ങളും തരട്ടെ എനിക്കും നിങ്ങൾക്ക് ഇനിയും വീഡിയോസ് ആയിട്ട് വരാൻ പറ്റട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ. സംഭവം പാളിപ്പോയെന്ന് തോന്നുന്നു. പഴംതുണി കണക്കിരിക്കുന്നു. പൊന്നുമോനെ അല്ലേ. അപ്പൊ വൈകുന്നേരം പറയുന്നത്